പീഡാനുഭവ വാരത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ ആഴ്ചയിൽ, പ്രത്യേകിച്ച് നോശാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവിൻ്റെ പീഡാനുഭവമാണല്ലോ. കർത്താവിൻ്റെ പീഡാനുഭവത്തോടനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മളെ അറിഞ്ഞിരിക്കേണ്ട ചില വാസ്തവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഏത് കുടുംബത്തെ നോക്കിയാലും സമാധാനമില്ലാത്ത അവസ്ഥ, കലഹം, പ്രശ്നങ്ങൾ, ഇതൊന്നും രോഗങ്ങൾ, ഇതൊന്നും ഒഴിഞ്ഞിട്ടുള്ള കുടുംബങ്ങളില്ല. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയധികം രോഗങ്ങളും തകർച്ചകളും അസമാധാനവും കലഹവുമൊക്കെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സത്യം, ഇതൊന്നും ഒരു കുടുംബത്തിലെ ആൾക്കാരിലൂടെ സംഭവിക്കുന്നതല്ല. മറിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ ശക്തി, ഒരു തിന്മയുടെ ശക്തി ഭവനങ്ങളെ നിലംപരിച്ചാക്കാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്രകാരം പറയുന്നു: സാത്താൻ അലർന്ന സിംഹത്തെ പോലെ ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കുന്നു. യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അലർന്ന സിംഹത്തെ പോലെ സാത്താൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും കുടുംബങ്ങളെ വിഴുങ്ങുവാനായിട്ട്. അപ്പം നമ്മൾ ആരിലൂടെ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാതാപിതാക്കൾ ഒരുപക്ഷെ നല്ല ഭക്തിയിലും ദൈവസ്നേഹത്തിലുമൊക്കെ വളർന്ന് മുന്നോട്ട് നിന്നുമ്പോൾ അത് മക്കളിലൂടെ ആണ് അവൻ പ്രവർത്തിക്കുന്ന. ഈ കാലഘട്ടത്തിൽ മക്കളിൽ അനിഷ്ടങ്ങളുണ്ടാക്കുക, മക്കളെ പ്രശ്നക്കാരാക്കുക, അതുവഴി നമ്മുടെ മാനസിക നിലയെ തകർക്കുക, ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ. ഉദാഹരണമായിട്ട് ഇന്ന് ടെക്നോളജി അധികം വികസിച്ചിരിക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള കാർട്ടൂണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേരെ, അതുപോലെ മൂവീസ്, ഇതെല്ലാം പിള്ളേരെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ ഇടയിലേക്ക് തിന്മ കടന്നു ചെല്ലാൻ ഈ മാധ്യമങ്ങൾ കാരണമാകുന്നു. അപ്പോൾ തിന്മയുടെ സ്വാധീനം കുടുംബത്തിലും കടന്നു വരുന്നു. അതുകൊണ്ട് കുടുംബങ്ങളിൽ സമാധാനമില്ലാതാകുന്നു. കുടുംബാന്തരീക്ഷത്തിൽ ദൈവവും ദൈവികത നിറയുന്നതിന് പകരം പൈശാചികത സ്ഥാനം പിടിക്കുന്നു. നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊരു പ്രശ്നങ്ങളെടുത്തായാലും നമുക്കറിയാൻ പറ്റും, അതിനെല്ലാം പുറകിൽ ക്രിസ്ത്യാനികളാണ് കൂടുതൽ കാണുന്നത്. എന്തുകൊണ്ടാണ്? ഇത് പിശാചി ശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിന് ശക്തമായിട്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, നാളെ കർത്താവ് നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിക്കുന്നുള്ള വചനം ഓർത്തുകൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കുവാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളിലൂടെ നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ, സഹനങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ പീഡാനുഭവ ഭാരം വളരെ ദൈവികമായ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ സ്ഥാപിക്കാൻ, ആ കുടുംബത്തിൽ നിറയുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.